ഒരു സ്പെഷ്യൽ സമൃദ്ധി. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ട്, പക്ഷേ വാക്കുകൾ കിട്ടുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ റെഗുലർ ബൈബിൾ വായനയിൽ എല്ലാ ദിവസങ്ങളിലും രാവിലെ 2 അധ്യായം, വൈകുന്നേരം 2 അധ്യായം ബൈബിൾ വായിക്കുകയും പിന്നെ നോട്ടുകൾ തയ്യാറാക്കുകയും അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കാറുണ്ട്. അങ്ങനെയുള്ള റെഗുലർ വായനയിൽ മറ്റ് പല നിലകളിലുള്ള ബൈബിൾ വായനയുണ്ട്. ഈ റെഗുലർ വായനയിൽ സെഫന്യാവിൻ്റെ പുസ്തകമാണ് വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഒരു വാക്യത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു, അല്ലെങ്കിൽ ആ വാക്യം എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ഒരുപാട് നേരം ആ വാക്യവുമായിട്ട് ഞാൻ ചിലവഴിച്ചു. ഒത്തിരി പുസ്തകങ്ങൾ ആ വാക്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ പരിശോധിച്ചു. ആ വാക്യത്തിൽ നിന്ന് കൂടുതൽ അറിയണം, ആ വാക്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം എന്ന ആഗ്രഹത്തോടു കൂടി അതിനുശേഷം ദൈവസനയിൽ ആ വാക്യവുമായിട്ടിരുന്നു. അപ്പോൾ ആ വാക്യത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച കുറച്ച് കാര്യങ്ങളെ നിങ്ങളുമായി പങ്കുവച്ച് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുവാനായി കർത്താവിൽ ശരണപ്പെടുന്നു. നോക്കൂ, ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ഈ വാക്യം എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും ലൈഫിനെ മാറ്റുന്ന വാക്യമായി മാറുവാൻ പോകുന്നു. എത്ര പേർക്കത് വിശ്വസിക്കുവാൻ കഴിയും? വിശ്വസിക്കുന്ന നിങ്ങൾ ആ സാക്ഷ്യം വരും ദിവസങ്ങളിൽ വിളിച്ചറിയിക്കും. റെഡിയായിക്കോ. വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, സെഫന്യാവിൻ്റെ പുസ്തകമാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സെഫന്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. ശ്രദ്ധിക്കുമല്ലോ. തീരപ്രദേശം യഹൂദാഗൃഹത്തിൻ്റെ ശേഷിപ്പിന് ആകും, അവർ അവിടെ മേയ്ക്കും. അസ്കലോൻ വീടുകളിൽ അവർ വൈകുന്നേരത്ത് കിടന്നുറങ്ങും. അവരുടെ ദൈവമായ യഹോവ അവരെ സന്ദർശിച്ച് അവരുടെ സ്ഥിതി മാറ്റുമല്ലോ. നോക്കൂ, ആ വാക്യത്തിൻ്റെ ആരംഭം ഇങ്ങനെയാണ്: ശേഷിപ്പ്, അർത്ഥാൽ രക്ഷപ്പെട്ടവരുടെ കൂട്ടം. രക്ഷപ്പെട്ടവരുടെ കൂട്ടം. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കും, പാസ്റ്റർ എന്നെക്കുറിച്ചാണോ പറയുന്നത്? യെസ്, നിന്നെക്കുറിച്ച് തന്നെ. എത്രയോ കഷ്ടതകൾ, എത്രയോ പ്രതിസന്ധികൾ, എത്രയോ പ്രതികൂലങ്ങൾ. അയ്യോ, പലപ്പോഴും നമ്മൾ പറയും, പാസ്റ്ററെ ദൈവം എന്നെ കാണുന്നില്ല, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എന്നെ എല്ലാവരും കളഞ്ഞ പോലെ എൻ്റെ ഭർത്താവിനും എന്നെ വേണ്ട, മക്കൾക്കും വേണ്ട, ബന്ധുക്കൾക്കും വേണ്ട, കൂട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, അതുപോലെ ഇപ്പം ദൈവത്തിനും വേണ്ട എന്ന് പരന്നൊരു പറച്ചിൽ നമ്മളങ്ങ് പറയും. കഷ്ടതയേറുമ്പോൾ അങ്ങനെ. പക്ഷേ ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ചാൽ, ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കരമായ ദൈവിക കരുതലും സ്നേഹവും അല്ലേ? എത്രയോ തവണ മരണത്തെ ഇങ്ങനെ മുഖാമുഖം കണ്ടതാ അല്ലേ? ഇപ്പം ജീവിച്ചിരിക്കുന്നതിൻ്റെ ഒരു അത്ഭുതമല്ലേ? പലരും ആശ്ചര്യത്തോടെ നോക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാ. ആണേ, ഈ പ്രശ്നങ്ങളുടെ മധ്യ നീ എങ്ങനെയാ ജീവിച്ചിരിക്കുന്നത്? അയ്യോ, ഇവൻ എങ്ങനെയാ പിടിച്ചു നിൽക്കുന്നത് എന്ന് വെച്ചാൽ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും വന്നിട്ട് നിങ്ങൾ പട്ടുപോയില്ല. കൊറോണയുടെ സമയത്തും പട്ടുപോയില്ല, വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തും പട്ടുപോയില്ല, യുദ്ധത്തിൻ്റെ സമയത്തും അതുകൊണ്ട് പടത്തില്ല. കടന്നു വന്ന പരാജയങ്ങൾ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു, നിലവിളിച്ചു, കരഞ്ഞു, ഓടി, പക്ഷേ നിങ്ങളെ തകർത്തില്ല. അപ്പം രക്ഷപ്പെട്ടു. ഏതിപ്പോൾ മനസ്സിലായോ? ആ ശേഷിപ്പാരാന്ന്? അതേന്നെ ബ്രദർ. നോ പ്രൈസർ കുടുംബമേ, ഡിയർ പ്രൈസർ ഫാമിലീസ്, നിങ്ങൾ തന്നെയാണ് അത്. രക്ഷപ്പെട്ടവരുടെ കൂട്ടമാണ്, രക്ഷപ്പെട്ടവരുടെ ശേഷിപ്പ്, രക്ഷപ്പെട്ടവരുടെ ശേഷിപ്പ്. നോക്കൂ, അവർ അല്ലെങ്കിൽ കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ പ്രശ്നങ്ങളെ അതിജീവിച്ചവർ, പ്രൈസർ ഫാമിലി കുടുംബാംഗങ്ങൾ, പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ച് ചില പ്രശ്നങ്ങളെ അതിജീവിച്ചവർ, അവർ എവിടേക്ക് എത്തിയെന്ന തീരപ്രദേശത്തെത്തി. ശ്രദ്ധിക്കുക, തീരപ്രദേശത്തിൻ്റെ പ്രത്യേകത എന്താണ്? തീരപ്രദേശം എപ്പോഴും വെള്ളമുള്ളടമാണ്. പണ്ട് നമ്മുടെ ഹിസ്റ്ററി ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഒരു ജനവിഭാഗം ഇങ്ങനെ വന്ന് നദീതടങ്ങളിൽ പാർത്തു, അവിടെ കൃഷി ചെയ്തു. നദീതടങ്ങളിൽ എന്തിനാണ് കൃഷി ചെയ്തത്? നദീതടത്തിൽ എപ്പോഴും വെള്ളത്തിൻ്റെ അംശമുണ്ട്, എക്കൽ സമൃദ്ധമാണ് നദീതടങ്ങൾ, അവിടെ ധാരാളം കൃഷി ഫലങ്ങൾ ലഭിക്കും. അപ്പോൾ അവരെങ്ങനെ കൃഷി ചെയ്തു. അതുപോലെ ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് എൻ്റെ ദൈവം ഇന്നലകളിൽ തകർത്ത് കളയുവാൻ പിശാച് ആഞ്ഞു വീശുമാറാക്കിയ കൊടുങ്കാറ്റുകളിൽ തകർന്നു പോകാതെ ദൈവത്താൽ പിടിച്ചു നിൽക്കുന്ന നിങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കും. യെസ്, വളരുവാൻ, ഫലം കായ്ക്കുവാൻ, വർദ്ധിക്കുവാൻ കഴിയുന്ന തീരപ്രദേശങ്ങളിൽ
സമൃദ്ധിയുടെ മേച്ചൽപ്പുറങ്ങളിൽ, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ സ്വർഗം നിന്നെ കൊണ്ടു ചെന്നെത്തിക്കും. അങ്ങനെയുള്ള തൊഴിൽ സ്വർഗം നിനക്ക് തരും, നിൻ്റെ തലമുറകൾക്ക് തരും, നിൻ്റെ കുടുംബത്തിന് തരും. വിശ്വസിക്കുവാൻ, ദൂതേറ്റെടുക്കുവാൻ ധൈര്യമുണ്ടോ? ഞാനിനി പ്രാർത്ഥിക്കത്തില്ല, എനിക്ക് ദൈവവും വേണ്ട, ഒന്നും വേണ്ട, ഇവരൊക്കെ കള്ളന്മാരാ, ഇതൊക്കെ പറഞ്ഞിട്ട് പോകാൻ സിമ്പിളാണ്, എളുപ്പമാണ്, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. പക്ഷെ വിശ്വസിക്കുവാനൊരു ധൈര്യം വേണം. ഒരു ആലോചന കേട്ടാൽ അത് ഏറ്റെടുക്കുവാനൊരു ധൈര്യം വേണം. ഞാൻ വിശ്വസിക്കുന്നു പ്രഷർ കുടുംബം അവിധത്തിൽ ധൈര്യമുള്ളവരുടെ കൂട്ടമാണ്. നിങ്ങൾക്ക് ആ ധൈര്യമുണ്ടെങ്കിൽ, ഈ ദൂത് ഏറ്റെടുക്കുവാൻ ധൈര്യമുണ്ടെങ്കിൽ, ആ സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് എൻ്റെ കർത്താവ് നിങ്ങളെ കൊണ്ടുചെന്ന് നിർത്തും. സഹോദരി, ആ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ നിൻ്റെ ഭവനത്തിൽ നിന്ന് മാറി ആ സമൃദ്ധിയുടെ പലതും ഉണ്ടാകുന്ന, നിൻ്റെ ഭവനത്തിനകത്ത് ഇനി പലതും ഉണ്ടാകും. നല്ലതൊന്നും സംഭവിക്കത്തില്ല, നല്ലതൊന്നും നടക്കത്തില്ല, നല്ലതൊന്നും ഉണ്ടാകത്തില്ല. ആ പഴയ അനുഭവം തന്നെ നോ, ഇനി അവിടെ പുതിയത് ഉണ്ടാകും. നിൻ്റെ തലമുറകളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങളുണ്ടാകും. നോക്കൂ, അതൊരു വ്യത്യസ്തമായ അനുഭവമാണ്. തീരപ്രദേശം പുതിയ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ കഴിയുന്ന സ്ഥലമാണ്. ഈ പഴയകാലത്ത് തീരപ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് കരമാർഗം, കടൽ മാർഗം, ആകാശമാർഗം, 3 മാർഗ്ഗങ്ങളുണ്ട്. അതായത് യാത്രയ്ക്ക് വേണ്ടിയിട്ട്. കരയിൽ കൂടെ നമുക്ക് വാഹനങ്ങളൊക്കെ ഓടിച്ചു പോകാം, കാറും ബൈക്കും ബസ്സും ഒക്കെ ഓടിച്ചു പോകാം. കടൽ മാർഗം കപ്പലുകളൊക്കെ ഓടിക്കാം. ആകാശമാർഗം വിമാനത്തിൽ പോകാൻ പറ്റും. അന്ന് ഒരു മാർഗ്ഗമേ ഉള്ളൂ, അത് കടൽ മാർഗ്ഗമാണ്. ആമേൻ. കരമാർഗ്ഗമൊക്കെ ഭയങ്കര റിസ്ക്കാണ്. കാരണം റോഡ് വെട്ടിത്തെളിക്കാനൊന്നും അന്ന് പറ്റത്തില്ല. ഇപ്പോൾ ഒത്തിരി സാധനങ്ങളൊക്കെ കൊണ്ടുവരിക എന്നും കരമാർഗം പോസിബിളല്ല. അത് വലിയ അധ്വാനമാണ്. ഈ ഈജിപ്തിലെ പിരമിഡുകളുടെയൊക്കെ ചരിത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവർ വലിയ കല്ലുകൾ, അതായത് 4x4 എന്ന് മീൻസ് 4 മീറ്റർ ഉയരം, 4 മീറ്റർ നീളം, 4 മീറ്റർ വീതിയൊക്കെയുള്ള കല്ലുകൾ, അല്ല 1 മീറ്റർ ഉയരം, 1 മീറ്റർ, ഇങ്ങനെ പല അളവിലുള്ള കല്ലുകൾ ഇവർ കൊണ്ടുവന്നത്. ആദ്യം ഈ പിരമിഡ് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് നദികൾ ഉണ്ടാക്കും. എന്നിട്ട് ആ നദി വഴിയാണ് അവർ കൊണ്ടുവന്നത്. ഇന്ന് മറ്റു പല മാർഗ്ഗങ്ങളുണ്ട്, അന്ന് അതൊന്നുമില്ല. അപ്പോൾ അത് പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ കടൽ തീരത്തിനൊരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ തീരപ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. പുതിയ സാധനങ്ങളൊക്കെ അവിടെ വരും. പുതിയതൊക്കെ കരവഴി വരാൻ പറ്റാത്തതൊക്കെ കടൽ വഴി വരും. ആർ യു റെഡി? നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ വന്നിട്ടില്ലാത്തതൊക്കെ വരുവാൻ പോകും. നിൻ്റെ ബിസിനസ് മേഖലയിൽ, നിൻ്റെ ശുശ്രൂഷ മേഖലയിൽ, നിൻ്റെ ആത്മീക ഭൗതിക ജീവിതത്തിൽ ഇന്ന് വരെ വന്നിട്ടില്ലാത്തത് പുതിയ വഴികളിലൂടെ വന്ന് നിറയുന്ന സ്ഥലത്ത് എൻ്റെ ദൈവം നിന്നെ കൊണ്ടു ചെന്ന് നിർത്തുവാൻ പോകുന്നു. ഓ അതലമാശകനം സ്തോത്രം. ഞാൻ ഈ ദൂത് ഭയങ്കരമായിട്ട് അങ്ങ് ഏറ്റെടുത്തു. ഓ അതങ്ങനെ നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഞാൻ ഏറ്റെടുക്കും കേട്ടോ. അതും ദൂത് ഏറ്റെടുക്കുന്നൊരു ആ ഒരു ധൈര്യമുണ്ട്, അത് തിരിച്ചറിയുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പോൾ തീരപ്രദേശത്തിലെ സമൃദ്ധി ആർക്കാ? രക്ഷപ്പെട്ടവർക്ക്. അടുത്ത പോയിൻ്റ്, അസ്കലോൻ വീടുകളിൽ അവർ പാർക്കും. ഈ അസ്കലോൻ വീടെന്ന് പറഞ്ഞാൽ അസ്കലോൻ നഗരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ബൈബിൾ വായിക്കുമ്പോൾ ഫെലിസ്തീനയുടെ ശക്തി കേന്ദ്രമായ 5 നഗരങ്ങൾ ബൈബിളിലുണ്ട്. ഫെലിസ്തീനയുടെ ശക്തി കേന്ദ്രമായ 5 നഗരങ്ങൾ. ഒന്ന് ഗസ, അസ്തോരോത്ത്, ഗത്ത്, എക്രോൺ, നമ്മളീ പറഞ്ഞ അസ്കലോൻ. അപ്പോൾ അതവരുടെ ശക്തി കേന്ദ്രമാണ്. പ്രൊട്ടക്റ്റഡായിട്ടുള്ള, അന്നത്തെ കാലത്ത് ഏറ്റവും പ്രൊട്ടക്റ്റഡായിട്ടുള്ള സ്ഥലം ഈ നഗരങ്ങളാണ്. ഫെലിസ്തീനെ കുറിച്ച് അറിയാമല്ലോ, ഞാൻ കൂടുതൽ പറഞ്ഞു തരട്ടല്ലോ. മല്ലന്മാരൊക്കെ കാവൽക്കാരായുള്ള നഗരമാണിത്. അപ്പോൾ അതുപോലുള്ള സ്ഥലത്ത് നീ പാർക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ സുരക്ഷിതത്വമില്ല. ചിലർ പറയുന്നു പാസ്റ്റർ ഒരു സുരക്ഷിതത്വമില്ല, അങ്ങനെയുള്ള വീട്ടിലാണ് കിടക്കുന്നതിനോ സുരക്ഷിതമായ ഭവനം കർത്താവ് നിനക്കൊരുക്കും. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. സുരക്ഷിതമായ തൊഴിൽ കർത്താവ് നിങ്ങൾക്കൊരുക്കും. സുരക്ഷിതമായ ജീവിതം കർത്താവ് നിങ്ങൾക്കൊരുക്കും. സുരക്ഷിതമായ എന്താണോ സുരക്ഷിതമല്ല, മക്കളുടെ ജീവിതം സുരക്ഷിതമല്ല എന്നൊരു ഭയമാണോ? നോക്കൂ, അസ്കലോൻ നഗരം പോലെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ എൻ്റെ ദൈവം നിങ്ങളുടെ തലമുറകളെ സംരക്ഷിക്കും. അമേൻ. ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു ദൂതാണ് കേട്ടോ. അമേൻ. ഒരു പ്രൊട്ടക്ഷനാണ്. ശക്തന്മാരുടെ മധ്യത്തിൽ ഉള്ള ആപ്പോപ്പുകളുടെ ഇടയിലൊന്നുമില്ല, ശക്തന്മാരുടെ മധ്യത്തിൽ എൻ്റെ ദൈവം നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തും. തീർന്നില്ല, വേഗത്തിൽ ഞാൻ പറഞ്ഞ് നിർത്തട്ടെ. ആമേൻ. അവിടെ അടുത്ത് നിങ്ങൾ
ഇത് വിട്ടുകളയരുത്. ഈ വാക്യം നിങ്ങൾ വായിക്കണം, ഈ മെസ്സേജ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഇത് അയച്ചു കൊടുക്കണം കേട്ടോ. വൈകുന്നേരത്തെ ഉറക്കം. വൈകുന്നേരത്തെ ഉറക്കം എന്ന് പറഞ്ഞാൽ അത് ഒരു സമൃദ്ധിയുടെ അടയാളമാണ്. മീൻസ് എല്ലാം ചെയ്തു പൂർത്തീകരിക്കുന്നതിന് ശേഷമുള്ള ഉറക്കമാണ് ഈ വൈകുന്നേരമുള്ള ഉറക്കം. മധ്യാഹ്നത്തിലെ ഉറക്കം തളർന്ന് ഉള്ള ഉറക്കം, രാത്രിയിലെ ഉറക്കം വിശ്രമത്തിന് വേണ്ടിയുള്ള ഉറക്കം. എന്നാൽ വൈകുന്നേരത്തെ ഉറക്കം നമുക്കിതൊന്നും ചെയ്യാനില്ല, എല്ലാം തീർന്നു. മീൻസ് ഹാപ്പി ആയിട്ട് അങ്ങ് മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥ. ചിലതൊക്കെ ചെയ്ത് നിങ്ങൾ പൂർത്തീകരിക്കുവാൻ പോവുകയാണ്. എനിക്കറിയത്തില്ല, ഇത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ടുള്ള ദൂതാണ്. നിങ്ങൾ ഈ ദൂത് മിസ് ചെയ്ത് ഇത് ഏറ്റെടുക്കുക. സ്തോത്രം. അത് ആ വൈകുന്നേരത്തെ ഉറക്കത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അവിടെ അടുത്ത് പറയുന്നത് ദൈവം സന്ദർശിക്കും. മീൻസ് ദൈവത്തെ വിസിറ്റേഷനെ തുടർന്നുള്ള ഉറക്കമാണ്. ആ ഉറക്കം ഉറങ്ങിയ രണ്ട് വ്യക്തികളെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. ആരൊക്കെ? ആദം ഹവ്വമാർ. വെയിലാറുമ്പോൾ ദൈവം അവരെ സന്ദർശിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരടുത്ത് ഉറങ്ങും. ആമേൻ. ദൈവം സന്ദർശിച്ച് അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വരുത്തുകയാണ്. സോ അവർ ഫ്രീ ആയിട്ട് ഉറങ്ങുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ദൈവം സന്ദർശിച്ച് നിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വരുത്തും. സുഖമായി ഉറങ്ങുവാൻ പോകുക. ഇനി മക്കളെക്കുറിച്ചുള്ള ആകുലതകളില്ലാതെ, നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളില്ലാതെ, എങ്ങനെ ജീവിക്കും, എങ്ങനെ മുൻപോട്ട് പോകും, അയ്യോ പാസ്റ്റ് എന്ന് നിലവിളിക്കാതെ നീ സുഖമായി വൈകുന്നേരങ്ങളെ ഉറങ്ങുവാൻ പോകുക. ഓ ഷബറി ധലമാ ഷേഖനെ. അങ്ങനെ ബൈബിൾ അവിടെ ആ വാക്യം പറഞ്ഞു നിർത്തുന്നു. നിങ്ങളുടെ സ്ഥിതി മാറും. ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റും. സ്പെഷ്യലായൊരു സമൃദ്ധി. ഈ അവസ്ഥ മാറും, ഈ സ്ഥിതി മാറും. ഇനിയും പഴയ ഓട്ടപ്പാച്ചിലില്ല, പഴയ നിലവിളിയില്ല, പഴയ കരച്ചിലില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഇതെങ്ങനെ പോസിബിളാകും? അപ്പോൾ നിരന്തരമായ പ്രാർത്ഥന, ശക്തിയേറിയ കൂട്ടായ്മ, ഉപവാസം. അപ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. പ്രൈസർ ഫാമിലിക്കൊപ്പം നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് സ്കോപ്പുണ്ട്. കാരണം നിങ്ങൾ നിരന്തരമായി ദൈവവചനത്തിനൊപ്പമായിരിക്കുന്നു. പ്രൈസർ ഫാമിലിയിൽ എല്ലാ ദിവസങ്ങളിലും ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന പ്രതിദിന വചന സന്ദേശമുണ്ട്. നമ്മുടെ പ്രഭാതമന്നെ എന്ന ഈ മെസ്സേജ് ഇതുപോലെ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് കിട്ടും. സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. അപ്പോൾ നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ആവശ്യം നിരന്തരമായ വചനധ്യാനമാണ്. വചനമില്ലാത്ത പ്രാർത്ഥന മടുപ്പായി പോകും കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് അവസരം തരുന്ന കൂട്ടായ്മയാണ് പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ള കൂട്ടായ്മ. നിങ്ങൾ കോൺടാക്ട് ചെയ്തോ, നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത വ്യത്യസ്തമായ കൂട്ടായ്മയുടെ ഒരു അനുഭവം ലഭിക്കും. അതുപോലെ ഉപവാസം. പ്രൈസർ ഫാമിലിക്കൊപ്പം ഉള്ളവർക്കറിയാം, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് എത്ര അകലത്തിലായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും പ്രാപിക്കുവാനുള്ള അവസരമുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി, അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. അതുപോലെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യവും മറക്കണ്ട. കണ്ണടച്ചോ, വിശ്വസ്ത കർത്താവിൻ നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരുപാട് കഷ്ടങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, പ്രതികൂലങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ കൂട്ടം ഇനിയും കഷ്ടതയൊന്ന് ചിന്തിച്ചായിരിക്കുന്നു. ഇവരുടെ സ്ഥിതി മാറണം. അതിന് തക്കവണ്ണം സ്വർഗ്ഗം ഇവരെ സന്ദർശിക്കണമേ. ആ സമൃദ്ധിയുടെ അനുഭവങ്ങളിലേക്ക് ഇവരെ കരം പിടിച്ച് നടത്തണമേ. തൊഴിൽ സംബന്ധമായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൊഴിലിടത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. പുതിയ ജോലികൾ, അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ ലഭിക്കട്ടെ. ഇവർ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. ഓ റാബ ഷേഖേനെ റാഥൂറിയ. ജോലിയില്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. വിദേശ രാജ്യങ്ങളിൽ പല നിലകളിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നു. വർക്ക് പെർമിറ്റുകളില്ലാതെ, PR ലഭിക്കാതെ, വിസകൾ അടിച്ചു കിട്ടാതെ സ്വർഗ്ഗം അങ്ങ് പ്രവർത്തിക്കണമേ. വിസിറ്റിംഗ് വിസകളിൽ പോയി പ്രശ്നങ്ങളിലായിരിക്കുന്നവർ സ്വർഗ്ഗം പ്രവർത്തിക്കണമേ. നല്ല ജോലികൾ ലഭിക്കട്ടെ. ജോലി സംബന്ധമായ എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. തലമുറകൾ, അവരുടെ ഭാവി, അവരുടെ മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ. വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. പഠന നിലവാരം ഉയരട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. എഡ്യൂക്കേഷൻ ലോണുകൾ പാസ്സാകട്ടെ. തിരിച്ചടയ്ക്കുവാനുള്ള വഴികളുണ്ടാകട്ടെ. ബാങ്ക് നടപടികളിൽ നിന്ന് ഇവർ പുറത്തു വരട്ടെ. കോടതികൾ കയറിയിറങ്ങുന്ന അനുഭവങ്ങൾക്ക് അറുതി ഉണ്ടാകട്ടെ. മദ്യപാന, വ്യഭിചാര, വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കത്തുനിന്ന് മാറിപ്പോട്ടെ. യേശുവേ, ഭവനമില്ലാത്തവർക്ക് മനോഹരമായ ഭവനം നൽകണമേ. ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കുവാനുള്ള വഴികളെ തുറക്കണമേ. വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ. രോഗികളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗ്ഗമങ്ങ് സൗഖ്യമാക്കണമേ. ആരോഗ്യത്തോടെ ബലത്തോടെ പരിപാലിക്കണമേ. ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുകയും വേണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തണം. ഈ മെസ്സേജുകൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അവരോട് പറയണം, ഏകദേശം എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30 8:30 ഇടയ്ക്ക് ആ സമയത്ത് നമ്മുടെ ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അത് ലിങ്കുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എങ്കിലേ നമുക്ക് ഒരുമിച്ച് ആത്മീയമായി മുന്നേറുവാനും ഭൗതികമായത് പ്രാപിക്കുവാനും കഴിയത്തുള്ളൂ. ഉറച്ചേക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കും. ഞായറാഴ്ച സഭാരാധനയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കടന്നു നോക്കും. ബ്ലെസ്സിങ് ആയിരിക്കും. ഓക്കെ, ശരി. എന്നാൽ അപ്പോൾ നാളെ കാണാം പ്രാർത്ഥനയോടെ. ഇപ്പോൾ നമ്മൾ ഒരുമിച്ചായിരുന്ന ശുഭയാത്ര
അല്ല പ്രഭാതമന യേശുവിലൂടെ യേശുവെങ്കിലേക്കെന്ന പ്രതിദിന വചന സന്ദേശത്തിൽ. അപ്പോൾ ശരിയെന്നാ പറഞ്ഞതുപോലെ ശുഭദിനം. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.